ലക്കി ഭാസ്കർ പ്രതീക്ഷിച്ചൊന്നുമല്ല ഞാൻ സിനിമ കാണാൻ പോയത്. കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഒരു പക്കാ ഫാമിലി പടമായിരിക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ച ഒരു പക്കാ ഫാമിലി പടമാണ്. നമ്മളെ വാരിസില്ലേ വിജയുടെ, അതുപോലത്തെ ഒരു പടമാണ്. അതായത് വാരിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരിസിന് അത്ര മോശം പടമൊന്നുമല്ല. പക്ഷേ മേക്കിംഗ് ഒരു സീരിയൽ ലെവൽ മേക്കിംഗ്, അതായത് നമ്മളിപ്പോൾ ഈ തെലുങ്ക് സീരിയലൊക്കെ കാണുമ്പോഴത്തെ ലെവൽ മേക്കിംഗ്, സത്യമായിട്ടും മേക്കിംഗ് വൺ ഷോക്കായിരുന്നു ഈ ഡയറക്ടർ. പക്ഷേ ലക്കി ഭാസ്കർ കണ്ടാൽ പോലും നമുക്ക് സെറ്റ് ഇട്ടാണെങ്കിൽ പോലും ആ സ്റ്റോറി അടിപൊളിയായതുകൊണ്ട് നമുക്കത് ത്രില്ലിംഗ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഇത് ഇടയ്ക്ക് ഭയങ്കര ലാഗൊക്കെ ആയി പോകുന്നുണ്ട് പല. അപ്പം നമുക്ക് പിന്നെ മേക്കിങ്ങും ഒരു രസവും ഇല്ലായിരുന്നു. വളരെ അതായത് ഒരു സീരിയലിലേക്ക് ഫൈറ്റ് പോലെയൊക്കെയാണ് എനിക്ക് പലതും തോന്നിയത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ വില്ലന്മാരും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കിംഗ് വൺ ഷോക്ക് വരുന്നത്. സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരേ ഒരാൾ സൂര്യയാണ്. സൂര്യയുടെ പെർഫോമൻസ് എൻ്റെ പൊന്നി എടുത്തു പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ്. അതായത് ആ ക്യാരക്ടറായിട്ട് പുള്ളിക്കാരൻ കിടിലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മമിത ബൈജു എനിക്ക് ജനനായകത്തിലൊക്കെ കണ്ട് വെറുതെയാണ്. പക്ഷേ ഇതിൽ ആ പുള്ളിക്കാരി ആ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുള്ള സൂര്യയും അതുപോലെ തന്നെ നമ്മുടെ മമിത ബൈജു ആയാലും പിന്നെ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, അവരും ഗംഭീരമെടുത്തു. പ്രത്യേകിച്ച് അവർ 3 പേരെ ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറച്ച് നല്ല നല്ല തമാശകളുണ്ട്. അതൊക്കെ വർക്കായി. പക്ഷേ ഞാൻ പറഞ്ഞ മേക്കിംഗ് വൻ ഷോക്ക് വരുന്നു. പിന്നെ സിനിമ ചില സമയത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ലാഗ് ഫീൽ ആവും. അതായത് ഒരു ഡ്രാമയെന്ന് പറഞ്ഞാൽ ഡ്രാമയിൽ തന്നെ മേക്കിംഗ് കൊണ്ട് നമുക്ക് ആ സിനിമ നല്ല രീതിക്ക് കൊണ്ടുവരും. പക്ഷേ ഇത് മേക്കിംഗ് തന്നെ തെലുങ്ക് പടമാണ്. പക്ഷേ ഇത് മേക്കിംഗ് ഒരു രസമില്ലായിരുന്നു. എനിക്ക് മേക്കിങ്ങാണ് ഏറ്റവും വലിയ പോരാൻ പറ്റുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും വലിയൊരു ഗുമ്മായിട്ടൊന്നും തോന്നിയില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എനിക്ക് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. ചില സ്ഥലത്ത് കൊള്ളായിരുന്നു, ചില സ്ഥലത്ത് ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ എനിക്ക് അതിലൊരു പാട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ പട്ടാമ്പൂച്ചി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് നൈസായിരുന്നു. എനിക്ക് ആ ഒരു പാട്ട് മാത്രമേ ഇതിൽ ഇമ്പ്രസീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ വൻ ശോകം പാട്ടുകളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒന്ന് സൂര്യയുടെ പെർഫോമൻസ്, അതുപോലെ മമിത ബൈജു നല്ല പെർഫോമൻസാണ്. പിന്നെ സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി ഗംഭീര പെർഫോമൻസാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അല്ലാതെയൊന്നും വലിയ ഇമ്പ്രസീവായിട്ടൊന്നുമില്ല. ഒരു അതായത് ഒരു മേക്കിംഗ്, സത്യമായിട്ടും പറയുന്നത് മേക്കിംഗ് വാരിസിനെ പോലത്തെ ഒരു മേക്കിംഗ്. വാരിസ് ഇങ്ങനെ സീരിയൽ ലെവൽ മേക്കിംഗ്, അതുപോലത്തെ ഒരു മേക്കിംഗ്. ഞാൻ ഈ ലക്കി ഭാസ്കറിലൊക്കെ പുള്ളിക്കാരൻ അതും ഒരു സെറ്റ് ഇട്ടാണെങ്കിൽ പോലും അത് ചില സ്ഥലത്തൊക്കെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു മേക്കിംഗ് കാണാമായിരുന്നു. പക്ഷേ ഇത് അത്രയ്ക്കും എത്തിയില്ല. വളരെ ബോറായിട്ടുള്ള മേക്കിംഗ് ആണ്. പിന്നെ സ്റ്റോറിയും ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റോറിയൊന്നും അല്ല. നിങ്ങൾക്ക് പക്ഷേ തിയേറ്ററിൽ പോയി കാണാനുണ്ട്. സൂര്യയ്ക്ക് വേണ്ടി പടം കാണാം. കാരണം സൂര്യ പെർഫോമൻസ്, പുള്ളിക്കാരൻ എല്ലാ സിനിമയിലും ഗംഭീര പെർഫോമൻസാണ്. എനിക്ക് പുള്ളിക്കാരൻ ഒരു സിനിമ പോലും മോശമായി അഭിനയിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളിക്കാരൻ്റെ പെർഫോമൻസിന് ഈ സിനിമ വർത്താണ്. അല്ലാതെ സ്റ്റോറി ആയിട്ടൊന്നുമില്ല, പുതുമയായിട്ടൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, മേക്കിംഗ് വൻ ഷോക്ക്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കാണുന്ന ഒരു മേക്കിംഗ് എങ്കിലും അടിപൊളിയാക്കിയാൽ കൊള്ളായിരുന്നു. മേക്കിംഗ് വൻ ബോറായിപ്പോയി. ഒരു പക്ക സീരിയൽ മേക്കിംഗ്. നിങ്ങൾക്കത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ആ ഒരു വീട് തന്നെ കണ്ടെത്താൻ മറ്റേ നമ്മൾ ഈ സീരിയലൊക്കെ കാണുമ്പോഴത്തെ വലിയ ബ്രഹ്മാണ്ട വീടും കുറേ സെറ്റ് ഇട്ടതും പിന്നെ അവിടെ കുറേ ജോലിക്കാരും, ഇത് എന്താ ഭയങ്കര ലക്ഷറി ലൈഫാണെന്ന് കാണിക്കുന്നതാണ്. പക്ഷേ അതൊരു സീരിയലൊക്കെ കാണുമ്പോൾ ഒരു കോടീശ്വരൻ്റെ കഥ, അതുപോലത്തെ ഒരു പടം. മേക്കിംഗ് വൻ ഷോക്കായിപ്പോയി. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആവറേജ് ആയിട്ടുള്ള പടമാണ്. 2 പോസിറ്റീവ്, ഒന്ന് സൂര്യ പെർഫോമൻസ്, പിന്നെ മമിതയും അതുപോലെ മറ്റേ സൂര്യ അമ്മയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, ഇവർ 3 പേരുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ പടം കൊള്ളാം. അല്ലാതെ വേറെ ഒന്നുമില്ല പടത്തിൽ. ഇതാണ് എനിക്ക് വിശ്വനാഥ സൻസ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഇതെൻ്റെ തികച്ചും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.